ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഉത്രാളിക്കാവിലേക്കാണ്. ഉത്രാളിക്കാവ് അമ്പലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഉത്രാളിക്കാവ് പൂരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു പൂരമാണ് ഉത്രാളിക്കാവ് പൂരം. കഴിഞ്ഞ ആഴ്ചയാണ് ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞത്. അതൊരു ഇടദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിയിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടുന്ന് പോകാൻ പോവാണ്. ഞാൻ, മിഥുൻ, രാഹുൽ. അപ്പോൾ നമ്മളിവിടുന്ന് വിടാൻ പോവാണ്. മിഥുനതാ മുന്നേ പോകുന്നുണ്ട്, രാഹുൽ വണ്ടിയിലുണ്ട്. നമ്മൾ ഫസ്റ്റ് ഉത്രാളിക്കാവ് ആണ് പോകുന്നത്. ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്രാളിക്കാവിനെ പോവാം. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ഇങ്ങോട്ട് നമ്മളിപ്പോൾ കൊമ്പൊടിഞ്ഞ മാക്കലാണുള്ളത്. കൊമ്പൊടിഞ്ഞ മാക്കലിൽ നിന്ന് നമ്മൾ നേരെ ഉത്രാളിക്കാവിലേക്കാണ് പോകുന്നത്. ഉത്രാളിക്കാവ് പൂരമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഉത്രാളിക്കാവ് പൂരം. അപ്പോൾ ഇനി പൂരമുള്ള സമയത്ത് കാണുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് പൂരം കഴിഞ്ഞിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ പറഞ്ഞാൽ പൂരത്തിൻ്റെ സമയത്ത് അമ്പലത്തിൻ്റെ ചുറ്റിലും പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് ആകെ ഒരു അമ്പലം അതിൻ്റെ ആ ഒരു ചുറ്റുപാടുള്ള ഭംഗികളൊക്കെ കാണാൻ പറ്റാത്ത പോലെ ആക്കിയിട്ടുണ്ടാവും, ലൈറ്റും പന്തലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഒഴിവായിട്ടുള്ള സമയത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ പൂരം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച 25, 6, 7 ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഇനി പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഉത്രാളിക്കാവിലേക്ക് പോകും. ഉത്രാളിക്കാവ് ആ ഒരു സ്ഥലം കണ്ടിട്ട് അമ്പലം കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മളെ കുതിരാൻ തുരങ്കം ഉണ്ടല്ലോ, കുതിരാൻ ടണൽ, അതിതുവരെ പോയിട്ടില്ല. വെള്ളിക്കുളങ്ങര നേരെ പേരാമ്പ്ര. ഇവിടെ ഒരു പേരാമ്പ്ര ഉണ്ട് കേട്ടോ. കോഴിക്കോട് മാത്രമല്ല, തൃശ്ശൂരും ഉണ്ട് ഒരു പേരാമ്പ്ര. നമ്മൾ പമ്പിൽ കയറി ഉൾട്ടാൻ കണ്ണടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ റൂമിൽ നിന്നുള്ള ചെറിയ ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എണ്ണയുടെ അധികം ആവശ്യം വരുന്നില്ല, പെട്രോളിൻ്റെ അധികം ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ 50-നും 100-നും 150-നൊക്കെയാണ് പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ലോങ് പോകേണ്ടതല്ലേ. പിന്നെ തിരിച്ച് നാളെ രാവിലെ ഇൻഫ്രയിലേക്ക് പോകേണ്ടതാണ്, ക്ലാസ്സിന് പോകേണ്ടതാണ്. ഇതെല്ലാം കൂടി ഒരു ഫുള്ളടിച്ചതാണ്. കൊടകരത്തോട് പാലം, കൊടകര എത്തി കേട്ടോ. അത് നമ്മളിപ്പോൾ NH-ൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. നേരാ ലെഫ്റ്റാ? NH ആട്ടോ. മോളിൽ കൂടി പോകുന്ന കാണുന്നത് കൊടകര അല്ല, അതാ NH. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? തൃശ്ശൂർ ലെഫ്റ്റ് പോയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ടോ? ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കാണിക്കുന്നുണ്ടോ? നേരെ പോവുണ്ട്, നേരെ തന്നെ പോവുണ്ട്. ഇവിടെ ഒരു കുളത്തൂരുണ്ട് കേട്ടോ. നമ്മളെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, ഇവിടെ ഒരു കുളത്തൂർ കാണുന്നുണ്ട്. പുതുക്കാടാണ് നമ്മളിപ്പോൾ ഉള്ളത്. പുതുക്കാട്, കുറുമാലി, പുതുക്കാട് നല്ല ഹൈവേ ആണ്. 5 മിനിറ്റ് പോകാൻ പറ്റുന്നുണ്ട്. ക്യാമറ ഉണ്ടോ ഫൈൻ വരുമൊക്കെ പിന്നെ കണ്ടറിയണം. നേരല്ലേ? ബൈക്കിന് ടോള് വേണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ.
പാലിയേക്കരയില്ലേ? ഏ ആ അതെന്നാന്നൊക്കെ തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും പാലിയേക്കരാന്ന് കാണാൻ നോക്കിയാൽ മതി. ഈ കണ്ടിട്ടും കേട്ടിട്ടില്ല അറിയുള്ളൂ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നു. പാലിയേക്കരനെ എനിക്ക് തോന്നുന്നു. വേറെ ഇവിടെ വലിയ ടോളൊന്നും ഇല്ല. നേരാ വടക്കാഞ്ചേരി ടൗണ്. നമ്മൾ തൃശ്ശൂർ വടക്കാഞ്ചേരി അങ്ങനെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഷൊർണൂർ നേരെ പോവാണ് വേണ്ടത്. ഉത്രാളിക്കാവാണ് നമ്മൾ കാണുന്നത്. ഉത്രാളിക്കാവ് അമ്പലം. ഇവിടെ പൂരം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ ദിവസമാണ്. പിന്നെ അതിൻ്റെ കുറേ അലങ്കോലപ്പണികളൊക്കെ നമുക്ക് അതിൻ്റെ ബാക്കിൽ കാണാം. കണ്ടില്ലേ, രണ്ട് സൈഡിലുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ കമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ എടുത്ത് കളഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ അത്ര നല്ലൊരു വ്യൂ കിട്ടുന്നില്ല. അതിൻ്റെ കുറേ കമ്പും കോലൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. ഇത് രണ്ടും രണ്ട് സമയത്ത് വരുന്ന ഇതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ നെല്ലൊന്നുമില്ല. ഈ പാടത്തെ നെല്ലൊക്കെ എന്താക്കിയിട്ടുണ്ട്, എല്ലാം കൊയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ആ ഒരു പച്ചപ്പെല്ലാം മൊത്തത്തിൽ ഉണങ്ങിപ്പോയിട്ടുള്ളത്. പച്ചപ്പുള്ള സമയത്ത് വരണം, എന്നാലേ കാര്യമുള്ളൂ, നല്ല ഭംഗി കിട്ടുള്ളൂ. കാര്യമുള്ളൂ എന്നല്ല, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം ഇവിടെ ആ ഒരു പച്ചപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു നോർമൽ ഒരു വൈബില്ല, ആ ഒരു വ്യൂ ഇല്ല. ഇത് കണ്ടില്ലേ ഈ പാടത്തൊക്കെ ഇത് കണ്ടില്ലേ ഈ പാടത്തൊക്കെ നിറയെ നെല്ല് നടുന്നതാണ്. അപ്പോൾ ഇവിടെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല നെല്ലുണ്ടാവും. ഇവിടെ മുഴുവൻ നെല്ലിൻ്റെ ഞാറ് നട്ടിട്ടുണ്ടാവും. അത് പച്ച കളറിലാണ് വളർന്നു നിൽക്കും. പിന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ മലകൾ കാണാം, വലിയ പാലക്കാടൻ മലനിരകൾ ഇങ്ങനെ കാണാം. അതിൻ്റെ പുറകെ കൂടി തന്നെ നമ്മളെ റെയിൽവേയുടെ ലൈൻ കാണാം. ഇതിലെ ട്രെയിൻ പോകുന്നതാണ്. അതിൻ്റെ നടുക്കാണ് ഈ അമ്പലം വരുന്നത്, ഉത്രാളിക്കാവ് അമ്പലം. ഇതാണ് ഉത്രാളിക്കാവ് അമ്പലം. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. രാഹുലും കൂടി ഫോട്ടോഷൂട്ട് തുടങ്ങുവാണ്. മിഥുൻ പോസ് ചെയ്തിട്ടുണ്ട്. രാഹുൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ എടുക്കാൻ. നമുക്ക് ഫോട്ടോയുടെ പോസുകൾ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്, അതുകൊണ്ട് തന്നെ പാടങ്ങളൊക്കെ കാലിയാണ്. ഇത് ഫെബ്രുവരി മാസം എടുത്ത വീഡിയോ ആണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇല്ലേ, അത് ഒരു മഴക്കാലത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ നല്ല പച്ചപ്പൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഉത്രാളിക്കാവിൻ്റെ 2 വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. ഒന്ന് ഒരു മഴക്കാലത്തുള്ള വീഡിയോ ആണ്, മറ്റേത് വേനൽക്കാലത്തുള്ള വീഡിയോ ആണ്. 2 സമയത്തും ഉത്രാളിക്കാവിൻ്റെ ചന്തം വേറെ തന്നെയാണ്. രണ്ടും 2 തരത്തിലുള്ള ഭംഗിയാണ്. ഉത്രാളിക്കാവ് അമ്പലത്തിന് മഴക്കാലത്തും വേനൽക്കാലത്തും 2 തരത്തിലുള്ള ചന്തമാണുള്ളത്. അത് കാണിക്കാൻ വേണ്ടിയാണ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തത്.
ഉത്രാളിക്കാവിൻ്റെ കൂടുതൽ കാഴ്ചകളും വിവരങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. അത് കാണാത്തവരത് കാണുക, അപ്പോൾ ബാക്കി മനസ്സിലാവും. ഇത് പിന്നെ വേനൽക്കാലത്തെ കാഴ്ചകളും മാത്രം ഉൾപ്പെടുത്തി ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.